ഹലോ ഫ്രണ്ട്സ്, സാധാരണയായി നിങ്ങൾ എൻ്റെ കുക്കിംഗ് വീഡിയോസ് അല്ലേ കാണാറ്. ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് വൈകുന്നേരത്തെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ് പിന്നീട് ഒരു രാത്രിയത്തെ 7-7:30-8 മണീൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്തു തീർക്കുന്ന കൊച്ചു കൊച്ചു ജോലികളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു 4 മണി ജോലികൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഈവനിങ് ഡിന്നർ തയ്യാറാക്കുന്നതും അതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് പ്രധാനമായിട്ടും ചെറിയ ജോലികളെന്ന് പറയാനുള്ളത് ഈ വെളുത്തുള്ളിയൊക്കെ അല്ലികളാക്കി വേർപെടുത്തിയിട്ട് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി അല്ലിയൊക്കെ കുറേ സമയം ഇരിക്കും. പിന്നെ രാത്രിത്തേക്കുള്ള ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ചോറൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും രാത്രി ചോറ് കഴിക്കാറില്ല, അതിനോട് തീരെ താല്പര്യമില്ല. പണ്ട് മുതലേ ഞങ്ങൾ രാത്രി ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശയോ ആണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിയും അതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചിക്കൻ വാങ്ങിച്ചത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലുള്ള 2-3 കണ്ടെയ്നറിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അതിലൊരു കണ്ടെയ്നർ എടുത്ത് അതിൻ്റെ തണുപ്പ് മാറാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത ജോലി എന്ന് വെച്ചാൽ കുറച്ച് ചെടികളുണ്ട്. എൻ്റെ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന അവിടെ തന്നെ എനിക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് വന്നാൽ വാതിൽ തുറന്നാൽ ചെടികളൊക്കെ ഒന്ന് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. കുറച്ച് ചെറിയ റോസുകളും കുറച്ച് പൂടുന്ന 10 മണി എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ചെറിയ, അത് വലിയ വില കൊടുത്ത് വാങ്ങിയ ചെടികളൊന്നും ഞാൻ അങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടില്ല. അപ്പം ഇതിന് നനച്ച് കൊടുക്കണം. ഇപ്പോഴത്തെ ചൂട് ഭയങ്കരമായി. ഈ ഭാഗത്താണ് പിന്നെയും കുറച്ചൊരു തണുപ്പുള്ളത്. നിങ്ങൾക്ക് കാണാം, ആ മതിലിൻ്റെ അപ്പുറത്ത് ഒരു വലിയൊരു റബ്ബറിൻ്റെ തോട്ടമുണ്ട്. അപ്പോൾ അതുള്ളതുകൊണ്ട് അവിടെ കുറച്ചൊരു തണുപ്പ് കിട്ടും ഈ കിഴക്ക് ഭാഗത്ത്. പിന്നെ എനിക്ക് അവിടെ ഒരു ആപ്പിൾ ചാമ്പയുടെ മരവും ഒരു പേരമരവും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തണുപ്പും തണലൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ ചെടികൾ വെച്ചിട്ടുള്ളത്. ആപ്പിൾ ചാമ്പയുടെ താഴത്ത് ഞാനിപ്പോൾ നനയ്ക്കുന്നത് അവിടെ നല്ല തണുപ്പാണ്. മാത്രമല്ല അതിൻ്റെ കരിയിലകൾ വീണിട്ട് താഴത്തെല്ലാം എപ്പോഴും നല്ലൊരു നനവുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഞാൻ ഈ എന്താ പറയുക, പീസ് ലില്ലിയും അതുപോലെ അങ്ങനെയുള്ള വെയിലധികം വേണ്ടാത്ത ചെടികളാണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് അധികം വെള്ളം വേണ്ട, എന്നാലും അവിടെയൊക്കെ മൊത്തം സൈഡിലും എല്ലാം ഞാനങ്ങ് നനച്ചു കൊടുക്കും. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ആ ചെടികളൊക്കെ നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇനി അതുപോലെ തന്നെ ഫ്രണ്ടിലും ഉണ്ട് ചെടികൾ. ഇത് ഫ്രണ്ടിലുള്ള ചെടികളാണ് കാണിക്കുന്നത്. അഗ്ലോണിമയും അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ്, അങ്ങനെ കുറച്ച് ചെടികൾ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും വലിയ അധികം വെള്ളം വേണ്ടല്ലോ, അതുകൊണ്ടാണ് അത് ഫ്രണ്ടിൽ വെച്ചേക്കുന്നത്. പിന്നെ ആ ചെടികളുടെ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡാണ് നോക്കുന്നത്. പുള്ളി ആ ഭാഗം ഫ്രണ്ടിലുള്ള ടാപ്പിൽ നിന്ന് വെള്ളം എടുത്ത് ഇടയ്ക്കൊക്കെ അതിന് നനച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ ഈ വെളുത്തുള്ളി ഇതുപോലെ തന്നെ തൊലി കളയാതെ അല്ലികളായിട്ട് അടർത്തിയിട്ട് ഈ കണ്ടെയ്നറിൽ വെക്കും. എന്നിട്ട് പെട്ടെന്ന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്ന് പെട്ടെന്ന് തൊലി കളഞ്ഞ്, ഇഞ്ചിയും തൊലി കളഞ്ഞ് ഓൺ ദ സ്പോട്ട് ഇടിച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ്, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ചിട്ടാണ് ഞാൻ ഏത് കറികളിലായാലും ഞാൻ ചേർക്കുന്നത്. എനിക്ക് നേരത്തെ ഇത് തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നത് എന്നോട് തീരെ യോജിപ്പില്ല. വാങ്ങുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ മേടിക്കാറേ ഇല്ല. അതിലെന്തെല്ലാമാണോ അതിന് പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുള്ളതെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് എന്തോ എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല. അപ്പം വെളുത്തുള്ളി ഇതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ആക്കി എടുത്തു വെക്കും. ഒരു അല്ലി പോലും കേടാവില്ല കേട്ടോ. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ 2-3 ആഴ്ച, ഒരു മാസത്തോളം അല്ലികൾ ഇങ്ങനെ ഇരിക്കും. പിന്നെ പ്രധാനമായിട്ടും ഈ വെളുത്തുള്ളി മേടിക്കാൻ പോകുമ്പോൾ ഞാൻ ആദ്യം തന്നെ നോക്കുന്ന നല്ല വലിയ ബൾബാണോ ഗാർലിക് എന്ന് നോക്കിയിട്ട് വലുത് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങുന്നത്. അപ്പോൾ തൊലി കളയാൻ എളുപ്പമാണല്ലോ അല്ലേ. വളരെ മടുപ്പുള്ളൊരു കാര്യമായി ഈ ചെറിയ കൊച്ചുള്ളീൻ്റെ തൊലി കളയുക, അതുപോലെ വെളുത്തുള്ളിയുടെ തൊലി കളയുക. അപ്പോൾ ഇങ്ങനെ അടർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് നന്നാക്കിയിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇനി അടുത്തത് ചപ്പാത്തിക്ക് കുഴച്ച് വയ്ക്കാം. ഒരു 20 മിനിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 20 മിനിറ്റ് മുന്നേ ഇത് കുഴച്ച് വയ്ക്കുന്നത് സോഫ്റ്റാകാൻ സാധിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഒരു കുത്തുവിളക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്, നല്ല ഗോതമ്പ് പൊടിയാണ്, അതാണ് സാധാരണയായിട്ട് ഞങ്ങൾ മേടിക്കാറ്. അപ്പം ചപ്പാത്തി എന്ന് പറയുമ്പോൾ വേറി വന്നാൽ 7 അല്ലെങ്കിൽ 8 അത്ര ചപ്പാത്തി മതി ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ. പിന്നെ നമ്മൾ ചിക്കനും കഴിക്കുന്നുണ്ടല്ലോ, അതിൽ നിന്നും നല്ല പ്രോട്ടീൻ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ചപ്പാത്തിക്ക് ഇതുപോലെ കുഴച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി ബാക്കി വേറെ എന്തെങ്കിലും ചെറിയ ജോലികളുണ്ടെങ്കിൽ ചെയ്യും. പിന്നെ അല്ലെങ്കിൽ ചിക്കൻ കറി കൂടെ വെക്കണം. ചിക്കൻ കറി വെക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഊണ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ ഉച്ചയ്ക്കാണ് ഊണ് കഴിക്കത്തുള്ളൂ. അതിനിടയിൽ ഇപ്പോൾ ദോശയൊക്കെ കഴിക്കുമ്പോഴും അതിൽ അരിഭക്ഷണം കയറി വരുന്നുണ്ട് അല്ലേ. എന്നാലും ഒരു നേരം മാത്രം അരി
ഒന്ന് ആക്കാൻ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. ഇനിയിപ്പം ജനവാതിലൊക്കെ അടയ്ക്കുന്ന ഒരു ജോലിയുണ്ട്. അതായത് ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും ജനവാതിലൊന്നും അടച്ചില്ലെങ്കിൽ അപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ റബ്ബറിൻ്റെ തോട്ടമുണ്ട്, അവിടെ നിന്ന് ചെറിയ പ്രാണികളോ അല്ലെങ്കിൽ കൊതുകുകളൊക്കെ കയറി വരും. അപ്പോൾ ഇതൊരു ജോലിയാണ്. എല്ലാ ജനവാതിലുകളും അടച്ച് അതിൻ്റെ ആ കേട്ടനൊക്കെ അങ്ങോട്ട് ഇട്ട് അതൊക്കെ പൂട്ടി റെഡിയാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ജോലികളിലേക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ? മൾട്ടി ടാസ്കിങ് ആണ് സ്ത്രീകൾ സാധാരണ ചെയ്യാറ്. ഒരേ സമയത്ത് 2, 3, 4 ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നാണ് പൊതുവേ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കമൻറ്റിൽ പറയണം കേട്ടോ. ഇനി ഞാൻ നേരെ മേളിലോട്ട് വന്നു. രാവിലെ കുറച്ച് തുണികൾ, എൻ്റെ മാത്രം ഡ്രസ്സുകൾ ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ പുള്ളിയുടെ ഡ്രസ്സുകൾ മാത്രം പുള്ളി അലക്കും. ഞാൻ എൻ്റെ ഡ്രസ്സുകളും പിന്നെ മറ്റു നമ്മളെ ബെഡ്ഷീറ്റ്, പുതപ്പ് അങ്ങനത്തതൊക്കെ അതും ഞാൻ തന്നെ അലക്കി മേലെ വിരിച്ച് മടക്കി. ഇന്നിപ്പോൾ എനിക്ക് എൻ്റെ ഡ്രസ്സുകൾ, ചുരിദാർ മാത്രം അങ്ങനത്തെ മാത്രം എനിക്ക് അലക്കിയത് മടക്കി വെക്കാനുള്ളൂ. അപ്പം കുറച്ച് പെട്ടെന്ന് ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ മുകളിലാണ് ഞങ്ങളുടെ ടെറസിൽ, ഓപ്പൺ ടെറസിലാണ് അയവള്ളി കെട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് അത് ഉണങ്ങി നല്ല പപ്പടം പോലെയാവും. പക്ഷേ ആ സമയത്ത് നമുക്ക് ഉച്ച നേരത്തെ ഒന്നും എടുക്കും. രാവിലെ അലക്കുന്നുണ്ടെങ്കിൽ അത് രാവിലെ അലക്കും. പക്ഷേ അത് പെറുക്കിയെടുത്തുകൊണ്ട് വരുന്നത് ഈ സമയത്തായിരിക്കും കേട്ടോ. മുകളിൽ കാറ്റ് വീശുന്നതുകൊണ്ട് ഞാനൊക്കെ ക്ലിപ്പിലാണ് കുത്തി വെക്കുന്നത്. അപ്പോൾ ആ ക്ലിപ്പുകളൊക്കെ മേലെ തന്നെയാണ് സൂക്ഷിച്ച് വെക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സംവിധാനം മുകളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ വാഷിംഗ് മെഷീൻ താഴെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം തുണികൾ ഞാനിപ്പോൾ എൻ്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, അധികം ഒന്നുമില്ല. അത് പെട്ടെന്ന് തന്നെ മടക്കി എനിക്ക് എൻ്റെ ഷെൽഫിലേക്ക് കൊണ്ടുവെക്കും. അപ്പോൾ ചുരിദാർ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പാൻറ്റും കൂടെ മടക്കി ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഡ്രസ്സ് മാറ്റാൻ എടുക്കുമ്പോൾ അത് ഒന്നിച്ച് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ടോപ്പ് ഒരു സ്ഥലത്ത്, പാൻറ്റ് ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഷാൾ ഒരു സ്ഥലത്ത് ഒക്കെ കൂടി ആയിട്ട് മാറി. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്നിച്ചാണ് മടക്കി വെക്കുന്നത്. അത് കഴിഞ്ഞ് പുറത്തോട്ട് വന്ന് ഗേറ്റിലെ ലൈറ്റൊക്കെ ഇട്ട്, ഫ്രണ്ടിലെ വീട്ടിലെ ഗേറ്റിലും ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല വെട്ടമാണ് മുറ്റത്ത്. പോരാത്തതിന് പോസ്റ്റിലും ബൾബ് ഇട്ടിട്ടുണ്ട് പഞ്ചായത്ത്. അപ്പോൾ ആ വെട്ടം ഉള്ളതുകൊണ്ട് മുന്നിലൊക്കെ നല്ല വെട്ടമാണ്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കറി വയ്ക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കടായി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളി ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ കുറച്ചല്ലേ വേണ്ടൂ, പെട്ടെന്ന് ഇടിച്ച് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നോക്കൂ നിങ്ങൾ. നല്ല ടേസ്റ്റ് ആയിരിക്കും. വേറെ തന്നെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചതും അതുപോലെ മേടിക്കുന്നതും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇങ്ങനെ ട്യൂബിൽ മേടിക്കാനോ അല്ലെങ്കിൽ ബോട്ടിലൊക്കെ കിട്ടത്തില്ല. അതിനേക്കാളും എല്ലാം ടേസ്റ്റാണ്. കുറച്ചൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ പെട്ടെന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് ഇടിച്ചെടുക്കുന്നത്. എങ്കിലും ഇങ്ങനെ ചെയ്തെടുത്താൽ വളരെയധികം നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ സാധാരണയായി കറി വെക്കാൻ ഉപയോഗിക്കുക. അതായത് എരിവുള്ള ഒരു തരം കാശ്മീരി മുളക് പൊടി, എരിവില്ലാത്തതുണ്ട്. ഇത് രണ്ടും പകുതി പകുതി വാങ്ങി കഴുകി ഉണക്കി മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചിട്ട് സൂക്ഷിച്ച് വെക്കും. മറ്റേ എരിവുള്ള മുളകിൻ്റെ പൊടി ഞാൻ ഉപയോഗിക്കുകയില്ല. എരിവുള്ള മുളക് വാങ്ങും, അത് കഴുകി നമുക്ക് വറ്റൽമുളക് കടുക് വറുക്കാനൊക്കെ ഉണ്ടല്ലോ, അതിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ കറി നന്നായിട്ടൊക്കെ തിളച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ശരിക്കും കുറച്ച് ഗ്രേവി വേണം. അതുകൊണ്ട് സിമ്മിലിട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത്. കുക്കറിൽ ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല ചിക്കൻ കറി. ഒന്നെങ്കിൽ ഇരുമ്പിൻ്റെ കടായിൽ അല്ലെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ കടായിൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ അതും വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ, ഏതാണ് ടേസ്റ്റി എന്നുള്ളത്. ഇനി ചപ്പാത്തിയെല്ലാം അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പരത്തി ചുട്ടെടുത്ത് കാസറോളിലാക്കി വെച്ചാൽ അത് ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഈ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് 2 പേർക്കും കോമൺ ആയിട്ട് ഇഷ്ടമുള്ള ഒരു പലഹാരം ഏതാണെന്ന് ചോദിച്ചാൽ ചപ്പാത്തിയാണ്. രാവിലെയും കഴിക്കും, ഉച്ചയ്ക്ക് തന്നാലും കഴിക്കും, വൈകിട്ട് തന്നാലും കഴിക്കും. പക്ഷെ അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ മീൻ കറി അല്ലെങ്കിൽ ചിക്കൻ കറി ഒക്കെ വേണം. അപ്പോൾ എങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമാണ്. അല്ലെങ്കിൽ ഒരാൾക്കൊന്ന് വേറൊരാൾക്കൊന്ന് വേറൊരു വിഭവം ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ തനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ ഇവിടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രേവി വേണമല്ലോ ചപ്പാത്തിക്ക്.
മാത്രമല്ല നാളെ ആകുമ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ ആകുമ്പോഴത്തേക്കും ആ ഗ്രേവിയൊക്കെ കൂടെ വറ്റിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം, തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് ഞാൻ പരത്തി വെച്ചിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് ശരിക്കും ആ ചപ്പാത്തീൻ്റെ മേലെ ശരിയായ കോൺസെൻട്രേഷൻ വരുള്ളൂ. അല്ലെങ്കിൽ പരത്തുകയും ചുടുകയും അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് സുഖമെന്ന് ഞാനിങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മനസ്സിലായത് ഇങ്ങനെ. അപ്പോൾ ഇനി ആ സമയം വരെ ഞാൻ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം അപ്പം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ചെറിയ കിച്ചണിലെ സിങ്കാണ്. ഇവിടെയാണ് ഞാൻ എണ്ണ ഉള്ള എല്ലാ മെഴുക്കും ഒക്കെയുള്ള പാത്രങ്ങളെല്ലാം കഴുകി ഇവിടെയാണ് സൂക്ഷിച്ച് വെക്കുന്നത്. മറ്റേ വലിയ കിച്ചണിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്ത കിച്ചണിലെ സിങ്കിൽ ഞാൻ എണ്ണയുള്ള പാത്രങ്ങളോ ഒന്നും ഞാൻ കഴുകാറില്ല. ചെറിയ സ്പൂണുകളോ എന്തെങ്കിലും അത്യാവശ്യം മാത്രമേ കഴുകാറുള്ളൂ. ഇനിയിപ്പോൾ ഇതിപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം മാത്രമേ എനിക്കിനി കഴുകാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിച്ചൺ കാണുമ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ നമുക്കൊരു നല്ലൊരു എനർജി വേണമല്ലോ. രാവിലെ വേണമല്ലോ നമ്മൾ ഈ കിച്ചൺ എന്ന റൂമിലേക്ക് കയറാൻ. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി നമുക്ക് അടുക്കള ജോലികൾ തീർക്കാൻ സാധിക്കും. ഇനി കുറച്ച് നേരം ഞാൻ TV കാണട്ടെ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.